Okay, good morning. നമ്മുടെ ഇന്നത്തെ ഇത് രണ്ടാമത്തെ ക്ലാസ്സാണ്. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എവല്യൂഷൻ ഓഫ് എക്കണോമിക്സ്, ഡെഫിനിഷൻസ് ഓഫ് എക്കണോമിക്സ്, ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് ഇത്രയായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഇനി മാക്രോ എക്കണോമിക്സിൻ്റെയും മൈക്രോ എക്കണോമിക്സിൻ്റെയും ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് എക്കണോമിക് ആക്ടിവിറ്റി ആൻഡ് നോൺ എക്കണോമിക് ആക്ടിവിറ്റിയാണ്. How does we distinguish between an activity into economic activity and non-economic activity? An economic activity means any activities that generate income is known as economic activity. Economic activity is any activity that generates income. വരുമാനം ഉണ്ടാക്കുന്ന അല്ലെ ഇൻകം സൃഷ്ടിക്കപ്പെടുന്ന ഏതൊരു പ്രവൃത്തിയെയും നമുക്ക് എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയാൻ പറ്റും. അപ്പോൾ നോൺ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാലോ an activity that does not generate any income is known as നോൺ എക്കണോമിക് ആക്ടിവിറ്റി. ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് എക്കണോമിക് ആക്ടിവിറ്റി, an activity that generate income, വരുമാനം സൃഷ്ടിക്കപ്പെടുന്ന ഒരു പ്രവൃത്തിയെ വിളിക്കുന്ന പേരാണ് എക്കണോമിക് ആക്ടിവിറ്റി. അതിൻ്റെ എക്സാമ്പിൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്: പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, എക്സ്ചേഞ്ച്, എക്സെട്ര. ഇപ്പോഴിത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് വാട്ട് ഈസ് എക്കണോമിക് ആക്ടിവിറ്റി ആൻഡ് വാട്ട് ഈസ് നോൺ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് ചോദിക്കത്തില്ല. മറിച്ച് എക്സാമ്പിളുകൾ ഒരു 4 5 6 എക്സാമ്പിളുകൾ നിങ്ങൾ തന്നിട്ട് കാറ്റഗറൈസ് ദി ഫോളോയിങ്. ഇപ്പം അതിനകത്തുണ്ടാകും പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, എക്സ്ചേഞ്ച്. അടുത്ത് പറയും ആക്ടിവിറ്റീസ് ഓഫ് മദർ, ലവ്, അഫെക്ഷൻ തുടങ്ങിയ കുറേ കാര്യങ്ങളിലൂടെ എഴുതിയിരിക്കും. അപ്പോൾ ഇതിനെ ഒന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്ത് എഴുതുക എന്നുള്ളതാണ്. അപ്പം 3 മാർക്കിനായിരിക്കും നമുക്ക് കിട്ടുന്നത്. കാര്യം ഇത്രയേ ഉള്ളൂ: ആൻ ആക്ടിവിറ്റി ദാറ്റ് ജനറേറ്റ് ഇൻകം, എക്കണോമിക് ആക്ടിവിറ്റി. ആൻ ആക്ടിവിറ്റി വിച്ച് ഡസ് നോട്ട് ജനറേറ്റ് എനി ഇൻകം ഈസ് നോൺ എക്കണോമിക് ആക്ടിവിറ്റി. അപ്പോൾ പരീക്ഷയ്ക്ക് പ്രധാനമായും ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് എക്കണോമിക് ആക്ടിവിറ്റി ആൻഡ് വാട്ട് ഈസ് നോൺ എക്കണോമിക് ആക്ടിവിറ്റി എന്നുള്ളതല്ല. ഇതിൻ്റെ എക്സാമ്പിളുകളെ മിക്സ് ചെയ്ത് തന്നിട്ട് നമ്മളോട് പറയും കാറ്റഗറൈസ് ചെയ്യുക, തരംതിരിക്കാൻ പറയും. അപ്പോൾ നമ്മൾ തരംതിരിക്കാൻ പറയുമ്പോൾ ഓർക്കേണ്ടത്, ഏതൊരു പ്രവൃത്തിയിലൂടെയും ഇൻകം ഉണ്ടാകുകയാണെങ്കിൽ, വരുമാനം ഉണ്ടാകുകയാണെങ്കിൽ, ആ പ്രവൃത്തികളെ നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റി എന്നും വരുമാനം ഉണ്ടാക്കാത്ത പ്രവർത്തനങ്ങളെ നോൺ എക്കണോമിക് ആക്ടിവിറ്റി എന്നും പറയും. ഇത്രയും കാര്യങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ആൻ ആക്ടിവിറ്റി ദാറ്റ് ജനറേറ്റ് ഇൻകം ഈസ് നോൺ ആസ് എക്കണോമിക് ആക്ടിവിറ്റി. അടുത്ത നോൺ എക്കണോമിക് ആക്ടിവിറ്റി, ആൻ ആക്ടിവിറ്റി ദാറ്റ് ഡസ് നോട്ട് ജനറേറ്റ് ഇൻകം. അപ്പോൾ ഇൻകം ജനറേറ്റ് ചെയ്യുന്നതിനെ എക്കണോമിക് ആക്ടിവിറ്റി എന്നും ഇൻകം ജനറേറ്റ് ചെയ്യാത്തതിനെ നോൺ എക്കണോമിക് ആക്ടിവിറ്റി എന്നും പറയും. നെക്സ്റ്റ് ഫസ്റ്റ് ടേം എക്കണോമിക് ആക്ടിവിറ്റി ആൻഡ് നോൺ എക്കണോമിക് ആക്ടിവിറ്റി. ദെൻ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് പ്രൊഡക്ഷൻ പോസിബിലിറ്റി. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിനെ അവോയ്ഡ് ചെയ്തുകൊണ്ടൊരു ക്വസ്റ്റ്യൻ ഇന്നുവരെ ഞാൻ കണ്ടിട്ടില്ല. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും കുറഞ്ഞ 4 മാർക്ക് തൊട്ട് 6 മാർക്കിന് വരെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഒരു പോർഷനാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി. പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ, PPF ഓർ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. ആ മീനിങ്, 2 വേർഡിൻ്റെ മീനിങ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്കത് ക്ലിയർ ആകും. പ്രൊഡക്ഷൻ, വാട്ട് ഡു യു മീൻ ബൈ പ്രൊഡക്ഷൻ? ട്രാൻസ്ഫറിങ് ഇൻപുട്ട് ഇൻടു ഔട്ട്പുട്ട്. ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കി മാറ്റുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് പ്രൊഡക്ഷൻ. ഓർ പ്രൊഡക്ഷൻ ഈസ് ദി പ്രോസസ് ഓഫ് ആഡിങ് യൂട്ടിലിറ്റി ടു ദി എക്സിസ്റ്റിംഗ് തിങ്സ്. നിലവിലുള്ള വസ്തുക്കളിലേക്ക് ഉപയുക്തത, യൂട്ടിലിറ്റി മീൻസ് ദി വാണ്ട് സാറ്റിസ്ഫൈയിങ് കപ്പാസിറ്റി ഓഫ് എ കമോഡിറ്റി. നമ്മുടെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള ഒരു സാധനത്തിൻ്റെ കഴിവിനെ വിളിക്കുന്ന പേരാണ് യൂട്ടിലിറ്റി. അപ്പോൾ നിലവിലുള്ള വസ്തുക്കളിലേക്ക് നമ്മുടെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള കഴിവിനെ കൂട്ടിച്ചേർക്കുന്ന പ്രക്രിയ, അല്ലെങ്കിലോ ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കി മാറ്റുന്ന പ്രക്രിയ. ഇൻപുട്ട് മീൻസ് റോ മെറ്റീരിയൽസ്, ഔട്ട്പുട്ട് മീൻസ് ഫിനിഷ്ഡ് പ്രോഡക്ട്സ്. അപ്പോൾ അസംസ്കൃത വസ്തുക്കളെ ഉൽപ്പന്നമാക്കി മാറ്റുന്ന പ്രക്രിയ, അല്ലെങ്കിൽ നിലവിലുള്ള വസ്തുക്കളിലേക്ക് നമ്മുടെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള കഴിവിനെ കൂട്ടിച്ചേർക്കുന്ന പ്രക്രിയ. ഈ പ്രക്രിയയെ നമുക്ക് പ്രൊഡക്ഷൻ എന്ന് വിളിക്കാം. അപ്പോൾ പ്രൊഡക്ഷൻ എന്നാലത് മനസ്സിലായല്ലോ. ഇനി അടുത്ത പോസിബിലിറ്റി, സാധ്യത. അപ്പോൾ ഇങ്ങനെ പ്രൊഡക്ഷൻ നടത്താൻ വിവിധ സാധ്യതകളുണ്ട്. ഈ സാധ്യതകളെക്കുറിച്ചാണ് നമ്മളെവിടെ ഡിസ്കസ് ചെയ്യുന്നത്?
പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്ന ഈ പോർഷനിൽ ഡിസ്കസ് ചെയ്യും. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാൻ പല ഓപ്ഷനുകളുണ്ട്. നമ്മൾ സാധനം ഉൽപ്പാദിപ്പിക്കുകയാണെന്ന് നോക്കുക, നമ്മുടെ മുന്നിൽ പല സാധ്യതകളുണ്ട്. ഏതൊക്കെയാണ് ഈ സാധ്യത? ഇതിലേത് സാധ്യതയെ നമ്മൾ സെലക്ട് ചെയ്യും? അതിനെയാണ് നമ്മൾ എവിടെ ഡിസ്കസ് ചെയ്യുന്നത്? ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി എന്ന് പറയുന്ന ഈ ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം. പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ PPF ഓർ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. സപ്പോസ് വി ആർ പ്രൊഡ്യൂസിങ് 2 goods ഇൻ ആൻ എക്കോണമി. നമ്മളൊരു സമ്പദ് വ്യവസ്ഥയിൽ 2 സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് നിങ്ങളൊന്ന് സങ്കല്പിക്കുക. ഗുഡ് 1 ആൻഡ് ഗുഡ് 2. ഗുഡ് 1 എന്നും ഗുഡ് 2 എന്നും പറയുന്ന 2 സാധനങ്ങൾ മാത്രമേ നമ്മളൊരു സമൂഹത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. വാട്ട് ഈസ് ദി പെക്യുലിയാരിറ്റി ഓഫ് റിസോഴ്സസ് അവൈലബിൾ ഹിയർ? ഇറ്റ് ഈസ് ഫിക്സഡ് ഇൻ നേച്ചർ and these fixed resources are capable for any item, producing any item we needed. അപ്പോൾ ഇവിടെ ലഭ്യമായിട്ടുള്ള വിഭവങ്ങൾ പരിമിതമാണ്, അല്ലെ സ്ഥിരമാണ്. ഈ സ്ഥിരമായ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ഏത് സാധനം വേണമെങ്കിലും നമുക്ക് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യാം. അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്കേഴ്സിറ്റി ഡെഫിനിഷൻ, ആൾട്ടർനേറ്റീവ് യൂസിങ് കപ്പാസിറ്റി ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ദി റിസോഴ്സസ് അവൈലബിൾ ഹിയർ ആർ ഫിക്സഡ് ഇൻ നേച്ചർ ആൻഡ് അറ്റ് ദി സെയിം ടൈം ഇറ്റ് ഈസ് കേപ്പബിൾ ഫോർ പ്രൊഡ്യൂസിങ് എനി ഐറ്റം ബി നീഡഡ്. അപ്പോൾ ഇവിടെ ലഭ്യമായിട്ടുള്ള റിസോഴ്സസ് പരിമിതമാണ്, സ്ഥിരമാണ്. ആ സ്ഥിരമായ റിസോഴ്സസ് ഉപയോഗിച്ചാൽ നമുക്ക് ആവശ്യത്തിനുള്ള ഏത് സാധനവും ഉൽപ്പാദിപ്പിക്കാം. അപ്പോൾ നമ്മൾ 2 സാധനങ്ങളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ലഭ്യമായിട്ടുള്ള റിസോഴ്സസ് പരിമിതമാണ്. നമുക്ക് ആവശ്യമുള്ളിടത്തോളം ഗുഡ് 1ഓ ഗുഡ് 2ഓ ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ വേണമെങ്കിൽ മുഴുവൻ റിസോഴ്സസ് ഉപയോഗിച്ച് ഗുഡ് 1 ഉൽപ്പാദിപ്പിക്കാം. അപ്പോൾ ഗുഡ് 2ൻ്റെ പ്രൊഡക്ഷൻ 0. മുഴുവൻ റിസോഴ്സസ് ഉപയോഗിച്ചാൽ നമുക്ക് ഗുഡ് 2 ഉൽപ്പാദിപ്പിക്കാം. അപ്പോൾ ഗുഡ് 1ൻ്റെ പ്രൊഡക്ഷൻ 0. ഇതിന് രണ്ടിനുമുള്ള എല്ലാ സാധ്യതകളും, ഈ സാധ്യതകളെയാണ് നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി എന്ന് പറയുന്നത്. Here see, the production possibility is the combination of all possible combinations of goods and services. Production possibility is the all possible combinations of goods and services that we can produce with a given level of resources and a given level of technology is known as production possibility set of the economy. അപ്പോൾ ഒരു രാജ്യത്തെ ലഭ്യമായിട്ടുള്ള റിസോഴ്സസ് ഫിക്സഡ് ആണ്, സ്ഥിരമാണ്. ആൻഡ് അറ്റ് ദി സെയിം ടൈം ദി ടെക്നോളജി അവൈലബിൾ ഹിയർ ആർ ആൾസോ കോൺസ്റ്റൻറ്റ്. ഇവിടെ ലഭ്യമായിട്ടുള്ള സാങ്കേതിക വിദ്യയും സ്ഥിരമാണ്. അപ്പോൾ റിസോഴ്സസ് സ്ഥിരമാണ്, സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ടെക്നോളജിയും സ്ഥിരമാണ്. ഈ റിസോഴ്സസിനെയും ഈ ടെക്നോളജിയും ഉപയോഗിച്ച് നമ്മൾ വിവിധ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന എല്ലാ സാധ്യമായ അനുപാതങ്ങൾ, ഈ അനുപാതങ്ങളെല്ലാം കൂടെ ചേർത്ത് പറയുന്ന പേരാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ്. ഡിഫൈൻ ചെയ്യാൻ ചോദിക്കും 2 മാർക്കിന്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ്. വാട്ട് ഡു യു മീൻ പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ്? all possible combinations of goods and services that we can produce by employing given level of resources and given level of technology. Okay? The collection of all possible combinations of goods and services. നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും കളക്ഷൻ, കോമ്പിനേഷനുകളുടെ കളക്ഷൻ that we can produce from a given level of resources and a given level of technology is known as production possibility set. What do you mean production possibility set? ലഭ്യമായ റിസോഴ്സസും ലഭ്യമായ സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് നമ്മൾ വിവിധ സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന എല്ലാ അനുപാതങ്ങൾ, ഈ അനുപാതങ്ങളുടെ ആകത്തുകയെ വിളിക്കുന്ന പേരാണ് ആ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ആ സമൂഹത്തിൻ്റെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് ക്യാൻ ബി എക്സ്പ്ലൈൻഡ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് എ ടേബിൾ. ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റിനെ നമുക്കൊരു ടേബിളിൻ്റെ സഹായത്താൽ വിശദീകരിക്കാം. ഇവിടെ പോസിബിലിറ്റി ഉണ്ട്. ഇവിടെ ഗുഡ് 1 ഗുഡ് 2 2 സാധനങ്ങളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. എ ബി സി ഡി ആൻഡ് ഇ അങ്ങനെയുള്ള 5 സാധ്യതകളാണ് നമ്മളിവിടെ പറയുന്നത്. ഇവിടെ നോക്കിയേ, നമുക്ക് നമ്മുടെ ഒരു കോമൺ സെൻസ് വെച്ച് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ചില സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുവാൻ നമുക്ക് ഒരുപാട് റിസോഴ്സസ് വേണ്ടി വരും.
ചില സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ റിസോഴ്സസ് കുറവ് മതി. ഒന്നുകൂടി സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഒരു കാറ് നിർമ്മിക്കുന്നതിന് ആവശ്യമായ റിസോഴ്സസ് പോരാ ഒരു ബസ് നിർമ്മിക്കാൻ. ഇപ്പം ലഭ്യമായ റിസോഴ്സ് ഉപയോഗിച്ച് കാറ് ബസ്സുമാണ് നിർമ്മിക്കുന്നതെങ്കിൽ റിസോഴ്സസ് കുറച്ച് മതി കാറിൻ്റെ ഉൽപ്പാദനത്തിന്. എന്ന് വെച്ചാൽ ലഭ്യമായ റിസോഴ്സസ് മുഴുവൻ കാറിൻ്റെ ഉൽപ്പാദനത്തിന് വേണ്ടി വിനിയോഗിച്ചാൽ കൂടുതൽ കാർ ഉൽപ്പാദിപ്പിക്കാം. അത്രയും റിസോഴ്സസ് ഉപയോഗിച്ച് ബസ് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയാലോ കുറച്ച് ബസ്സേ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. കാരണം ഇവിടെ ഈ രണ്ട് വേരിയേഷൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ ലഭ്യമായ റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ രണ്ട് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു, ഗുഡ് 1ഉം ഗുഡ് 2. ഇഫ് ഓൾ റിസോഴ്സസ് ആർ യൂസ്ഡ് ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് ഗുഡ് 2, ലഭ്യമായ മുഴുവൻ റിസോഴ്സസും ഗുഡ് 2വിൻ്റെ ഉൽപ്പാദനത്തിന് വേണ്ടി വിനിയോഗിച്ചാൽ വി ക്യാൻ പ്രൊഡ്യൂസ് 14 യൂണിറ്റ്സ് ഓഫ് ഗുഡ് 2. നമുക്ക് 14 യൂണിറ്റ് ഗുഡ് 2 ഉൽപ്പാദിപ്പിക്കാം. ദെൻ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ് 1 ഈസ് 0. ഗുഡ് 1 ഉൽപ്പാദിപ്പിക്കാൻ പിന്നെ അവിടെ റിസോഴ്സ്, മുഴുവൻ റിസോഴ്സും നമ്മൾ എന്തിനു വേണ്ടി വിനിയോഗിച്ചു? ഗുഡ് 2 ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി വിനിയോഗിച്ചു. അപ്പോൾ നമുക്ക് 14 യൂണിറ്റ് ഗുഡ് 2 ഉൽപ്പാദിപ്പിക്കാം. അപ്പോൾ ഗുഡ് 1ൻ്റെ പ്രൊഡക്ഷൻ 0 ആണ്. ഇഫ് വി വാണ്ട് ടു പ്രൊഡ്യൂസ് 1 യൂണിറ്റ് ഓഫ് ഗുഡ് 1, ഒരു യൂണിറ്റ് ഗുഡ് 1 ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ വി ആർ റെഡി ടു സാക്രിഫൈസ് സം യൂണിറ്റ് ഓഫ് ഗുഡ് 2 ബിക്കോസ് റിസോഴ്സസ് അവൈലബിൾ ഹിയർ ആർ ഫിക്സഡ്. അപ്പോൾ ഒരു യൂണിറ്റ് ഗുഡ് 1 ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ നമ്മൾ എന്തിന് തയ്യാറായേ പറ്റൂ? ഗുഡ് 2വിൻ്റെ കുറേ യൂണിറ്റ് നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറായേ പറ്റൂ. 2 യൂണിറ്റ്. അപ്പോൾ ഒരു യൂണിറ്റ് ഗുഡ് 1 ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ നമ്മൾ ആരെ ഉപേക്ഷിച്ചു? 2 യൂണിറ്റ് ഗുഡ് 2 ഉപേക്ഷിച്ചു. ഇഫ് വി വാണ്ട് ടു പ്രൊഡ്യൂസ് 2 യൂണിറ്റ്സ് ഓഫ് ഗുഡ് 1, ഗുഡ് 1ൻ്റെ 2 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ? 5 യൂണിറ്റ് ഗുഡ് 2 ഉപേക്ഷിക്കണം. 3 യൂണിറ്റ് ആകുമ്പോൾ വീണ്ടും, 4 യൂണിറ്റ് ആകുമ്പോൾ വീണ്ടും. അപ്പോൾ നമ്മൾ കൂടുതൽ ഗുഡ് 1 ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഗുഡ് 2വിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞു വരും. അപ്പം ഇത് ഇത്രയുമാണ് ഇവിടുത്തെ ഈ 5 പോസിബിലിറ്റി. ഇതിൽ ഏത് പോസിബിലിറ്റി വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം. Possibility A and possibility E are the extreme possibilities. In between these two possibilities, there are combinations like B, C, and D. An economy can select possibility A, then they can produce 1 unit of good 1 and 12 unit of good 2. If an economy select possibility D, they can produce 3 unit of good 1 and 5 unit of good 2. All these possibilities constitute the production possibility set of the economy. ഈ സാധ്യതകളെല്ലാം കൂടെ ചേർന്നാണ് ഒരു സമ്പദ് വ്യവസ്ഥയുടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് ഉണ്ടാകുന്നത്. അതാണ് നമ്മൾ ഡെഫിനേഷനിൽ പറഞ്ഞത് ഓൾ പോസിബിൾ കോമ്പിനേഷൻസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇതാണ് പോസിബിൾ കോമ്പിനേഷൻസ് ദാറ്റ് വി ക്യാൻ പ്രൊഡ്യൂസ്. നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന എല്ലാ പോസിബിൾ കോമ്പിനേഷൻസും എപ്പോൾ? ബൈ എംപ്ലോയിങ് ഗിവൺ ലെവൽ ഓഫ് റിസോഴ്സസ് ആൻഡ് ഗിവൺ ലെവൽ ഓഫ് ടെക്നോളജി. ലഭ്യമായ റിസോഴ്സസും ലഭ്യമായ ടെക്നോളജിയും നമ്മൾ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന വിവിധ സാധനങ്ങളുടെ എല്ലാ സാധ്യമായ അനുപാതങ്ങളും, ഈ അനുപാതങ്ങളെ വിളിക്കുന്ന പേരാണ് ആ സമ്പദ് വ്യവസ്ഥയുടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് എന്ന് പറയുന്നത്. ഇതാണ് ടാബുലർ പ്രസൻറ്റേഷൻ ഓഫ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ്. അപ്പോൾ ഈ ഒരു വേരിയേഷൻ വരാൻ ഞാൻ നേരത്തെ പറഞ്ഞാണ്, ഗുഡ് 1 ഉൽപ്പാദിപ്പിക്കാൻ കൂടുതൽ റിസോഴ്സ് വേണം, ഗുഡ് 2 ഉൽപ്പാദിപ്പിക്കാൻ കുറച്ച് റിസോഴ്സ് മതി. അതാണ് ലഭ്യമായ റിസോഴ്സ് മുഴുവൻ ഗുഡ് 2വിന് വേണ്ടി വിനിയോഗിച്ചാൽ 14 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത്. ലഭ്യമായ റിസോഴ്സ് മുഴുവൻ ഗുഡ് 1ൻ്റെ ഉൽപ്പാദനത്തിന് വേണ്ടി വിനിയോഗിച്ചാൽ നമുക്ക് 4 യൂണിറ്റ് ഗുഡ് 1 ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ആണ് അതിൻ്റെ വേരിയേഷൻ. ദിസ് ഈസ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ്. ദി ഗ്രാഫ് ഓഫ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് ഈസ് നോൺ ആസ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ ഓർ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റിൻ്റെ ഗ്രാഫിനെ വിളിക്കുന്ന പേരാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയും. നമുക്ക് നോക്കാം എന്താണ് അപ്പോൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഓർ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ ഈസ് എ കർവ് that shows all possible combinations of goods that can be produced with a given level of resources and a given level of technology if they are fully and efficiently utilized. അപ്പോൾ ഒരു രാജ്യത്ത് ലഭ്യമായിട്ടുള്ള റിസോഴ്സസ് മുഴുവൻ പൂർണ്ണമായും കാര്യക്ഷമമായും ഫുള്ളി ആൻഡ് എഫിഷ്യൻ്റ്ലി അങ്ങനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന സാധനങ്ങളുടെ എല്ലാ അനുപാതങ്ങളെയും ചേർത്ത് വരയ്ക്കുന്ന കർവിനെ വിളിക്കുന്ന പേരാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഓർ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ.
അപ്പോൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി പറഞ്ഞു, പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് പറഞ്ഞു, അടുത്ത പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റിയുടെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനെ വിളിക്കുന്ന പേരാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഓർ ഫ്രോണ്ടിയർ. അപ്പോൾ ഈ സെറ്റും ഈ ഫ്രോണ്ടിയറും തമ്മിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വ്യത്യാസം എന്താണ്? ജസ്റ്റ് സിംപ്ലി സേസ് ദാറ്റ് ദി ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് ഈസ് നോൺ ആസ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റിൻ്റെ ഗ്രാഫിക്കൽ പ്രസൻറ്റേഷനെ വിളിക്കുന്ന പേരാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. ഇനി എന്താണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ്? ലഭ്യമായ റിസോഴ്സസും ലഭ്യമായ സാങ്കേതികവിദ്യയും പൂർണ്ണമായും കാര്യക്ഷമമായി ഫുള്ളി ആൻഡ് എഫിഷ്യൻ്റ്ലി അങ്ങനെ യൂട്ടിലൈസ് ചെയ്താൽ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന രണ്ട് സാധനങ്ങളുടെ എല്ലാ അനുപാതങ്ങളും അതിനെ ചേർത്ത് പറയുന്ന പേരാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ്. ഇനി ഇത് നമ്മൾ ഡയഗ്രത്തിൽ വരച്ച് കാണിച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. സി ദിസ് ഈസ് ദി diagrammatic representation of production possibility curve. See two axes, OY axis and OX axis. OY axis represent a good one and OX axis represent a good two. If all resources are used for the production of good one, we can produce 4 units of good one. See last E, combination E. മുഴുവൻ റിസോഴ്സസും നമ്മൾ ഗുഡ് വണ്ണിൻ്റെ ഉൽപ്പാദനത്തിന് വേണ്ടി വിനിയോഗിച്ചാൽ നമുക്ക് 4 യൂണിറ്റ് ഗുഡ് വൺ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. കോമ്പിനേഷൻ ഇ. അപ്പോൾ ഗുഡ് ടുവിൻ്റെ പ്രൊഡക്ഷൻ 0 ആണ്. ഇനി മുഴുവൻ റിസോഴ്സസും ഗുഡ് ടുവിൻ്റെ ഉൽപ്പാദനത്തിന് വേണ്ടി വിനിയോഗിച്ചാൽ നമുക്ക് 14 യൂണിറ്റ് ഗുഡ് ടു ഉൽപ്പാദിപ്പിക്കാം. അപ്പോൾ ഗുഡ് വണ്ണിൻ്റെ പ്രൊഡക്ഷൻ 0 ആണ്. ഇത് രണ്ടിന് ഇടയിൽ ബി സി ഡി വിവിധ കോമ്പിനേഷൻ ഉണ്ട്. ഇപ്പോൾ ബി എന്ന് പറയുന്ന കോമ്പിനേഷൻ എടുത്താൽ നോക്കുക, അവിടെ 12 യൂണിറ്റ് ഇത്ര എന്നോട് വന്നു കഴിഞ്ഞാൽ ഇതിൽ നേരെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ 12 യൂണിറ്റ് ഗുഡ് ടു. എത്ര യൂണിറ്റ് ഗുഡ് വൺ? 1 യൂണിറ്റ് ഗുഡ് വൺ. അടുത്ത സി എന്ന് പറയുന്ന കോമ്പിനേഷൻ എടുത്തു കഴിഞ്ഞാലോ 9 യൂണിറ്റ് ഗുഡ് ടു, 2 യൂണിറ്റ് ഗുഡ് വൺ. അടുത്ത ഡി എന്ന് പറയുന്ന കോമ്പിനേഷൻ എടുത്താലോ 5 യൂണിറ്റ് ഗുഡ് ടു, 3 യൂണിറ്റ് ഗുഡ് വൺ. അടുത്ത ലാസ്റ്റ് വരുമ്പോഴോ all resources are used for the production of good one, then 4 units of good one. Here it is clear that if we want to produce more quantities of one good, we are ready to sacrifice some quantities of another goods. This is because the resources available here and the level of technology is constant or fixed in nature. ലഭ്യമായിട്ടുള്ള റിസോഴ്സസും ലഭ്യമായിട്ടുള്ള ടെക്നോളജിയും സ്ഥിരമായിരിക്കുന്നത് കൊണ്ട്, കോൺസ്റ്റൻ്റ് ആയിരിക്കുന്നത് കൊണ്ട് ഒന്നിൻ്റെ ഉൽപ്പാദനം കൂടിയാൽ നമുക്ക് മറ്റൊന്നിൻ്റെ ഉൽപ്പാദനം കുറയ്ക്കാനേ പറ്റും. ഇപ്പം തന്നെ നമ്മൾ ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഇതിനെയൊക്കെ വിട്ടിട്ട് നമ്മുടെ ചുറ്റുപാടേക്ക് നമ്മളൊന്ന് ചിന്തിക്കുക. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഒരു വയൽ, ഒരു പാടത്ത് 2 ഓപ്ഷനാണ് നമ്മുടെ മുന്നിലുള്ളത്. ഗോതമ്പ് കൃഷി ചെയ്യാം, നെല്ല് കൃഷി ചെയ്യാം. മുഴുവൻ സ്ഥലത്തും ഗോതമ്പ് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നെല്ലിൻ്റെ പ്രൊഡക്ഷൻ 0 ആണ്. മുഴുവൻ സ്ഥലത്തും നെല്ല് കൃഷി ചെയ്താലോ ഗോതമ്പ് കൃഷി ചെയ്യാൻ വേറെ പാടമില്ല. വേണമെങ്കിൽ പാടത്തിൻ്റെ കുറച്ച് ഭാഗത്ത് നമുക്ക് നെല്ല് കൃഷി ചെയ്യാം, കുറച്ച് ഭാഗത്ത് ഗോതമ്പ് കൃഷി ചെയ്യാം. കൂടുതൽ നെല്ലാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ ഗോതമ്പ് കുറവായിരിക്കും, കൂടുതൽ ഗോതമ്പാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ നെല്ലിൻ്റെ ഉൽപ്പാദനം കുറവായിരിക്കും. കാരണം പാടത്തിൻ്റെ അളവ് സ്ഥിരമാണ്, അതാണ് റിസോഴ്സസ്. അവിടെ ഉപയോഗിക്കപ്പെടുന്ന ടെക്നോളജിയും സ്ഥിരമാണ്. അപ്പോൾ റിസോഴ്സസും ടെക്നോളജിയും സ്ഥിരമായിരിക്കുന്നത് കൊണ്ട് ഒന്നിൻ്റെ ഉൽപ്പാദനം കൂട്ടിയാൽ മറ്റൊന്നിൻ്റെ ഉൽപ്പാദനം കുറയും. ഇതാണ് എവിടെ അനലൈസ് ചെയ്യും നമ്മൾ? പ്രൊഡക്ഷൻ പോസിബിലിറ്റി, ഉൽപ്പാദന സാധ്യത വക്രം. ഇപ്പം പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് പറഞ്ഞു, പ്രൊഡക്ഷൻ പോസിബിലിറ്റി ടേബിൾ പറഞ്ഞു, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് പറഞ്ഞു. ഇനി നമുക്ക് നോക്കാം അടുത്ത ഡയഗ്രാം നോക്കി. ഇത് ഒബ്ജക്റ്റീവ് ടൈപ്പിന് എല്ലാ പരീക്ഷയ്ക്കും ടച്ച് ചെയ്ത് ചോദിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഞാൻ 2 പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവാണ് വരച്ചിരിക്കുന്നത്. ഈ 2 പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൽ ആയിട്ട് ഞാൻ 3 പോയിന്റുകളുള്ളത് എ, ബി ആൻഡ് സി. പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിക്കുന്നത് ദി മൂവ്മെന്റ് ഫ്രം എ ടു സി മീൻ, എയിൽ നിന്നോ ബിയിൽ നിന്നോ സിയിലേക്കുള്ള മൂവ്മെന്റിനെ എന്ത് വിളിക്കും? ഗ്രോത്ത് ഓഫ് റിസോഴ്സസ്. എന്ത് വിളിക്കും? ഗ്രോത്ത് ഓഫ് റിസോഴ്സസ്. റിസോഴ്സസിന്റെ വർധനവ് അല്ലെങ്കിൽ വളർച്ച ഉണ്ടായെങ്കിൽ മാത്രമേ ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് താഴത്തെ പ്രൊഡക്ഷൻ പോസിബിലിറ്റിയിൽ നിന്നും മുകളിലത്തെ പ്രൊഡക്ഷൻ പോസിബിലിറ്റിയിലേക്ക് മൂവ് ചെയ്യാൻ കഴിയുള്ളൂ. സോ മൂവ്മെന്റ് ഫ്രം എ ഓർ ബി ടു സി, എയിൽ നിന്നോ ബിയിൽ നിന്നോ സിയിലേക്കുള്ള മൂവ്മെന്റിനെ ഗ്രോത്ത് ഓഫ് റിസോഴ്സസ് എന്നും, ഇനി സിയിൽ നിന്നും എയിലേക്കോ ബിയിലേക്കോ തിരിച്ചുള്ള മൂവ്മെന്റിനെ അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ഓർ ഇൻഎഫിഷ്യന്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്ന് വിളിക്കുന്നു. അപ്പോൾ താഴെയുള്ള
പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൽ നിന്നും അതിന് മുകളിലുള്ള പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിലേക്കുള്ള മൂവ്മെന്റിനെ ഗ്രോത്ത് ഓഫ് റിസോഴ്സസ് എന്നും മുകളിലുള്ള പ്രൊഡക്ഷൻ പോസിബിലിറ്റിയിലെ ഏതൊരു പോയിന്റിൽ നിന്നും താഴെയുള്ള പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിലേക്കുള്ള മൂവ്മെന്റിനെ അണ്ടർ യൂട്ടിലൈസേഷൻ ഓർ ഇൻഎഫിഷ്യന്റ് യൂട്ടിലൈസേഷൻ എന്നും വിളിക്കുന്നു. അപ്പോൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ അടുത്ത ഇമ്പോർട്ടന്റ് ഭാഗമാണ് ഈ മൂവ്മെന്റ്. ഇതാ പരീക്ഷയ്ക്ക് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. ഒബ്ജക്റ്റീവ് ടൈപ്പിനായിരിക്കും ചോദിക്കുന്നത്. മൂവ്മെന്റ് ഫ്രം എ ടു ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ഗ്രാഫ് വന്നിട്ട് ചോദിക്കും മൂവ്മെന്റ് ഫ്രം എ ടു സി ഇൻഡിക്കേറ്റ്. എയിൽ നിന്ന് സിയിലേക്കുള്ള മൂവ്മെന്റിനെ എന്ത് വിളിക്കുന്നു? ഗ്രോത്ത് ഓഫ് റിസോഴ്സസ്. മൂവ്മെന്റ് ഫ്രം സി ടു എ ഇൻഡിക്കേറ്റ് അണ്ടർ യൂട്ടിലൈസേഷൻ ഓർ ഇൻഎഫിഷ്യന്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഇവിടെ നോക്കിയേ, ലഭ്യമായിട്ടുള്ള റിസോഴ്സ് പൂർണ്ണമായി ഉപയോഗിച്ചാൽ ഇതിൽ ഏതെങ്കിലും ഒരു കോമ്പിനേഷൻ നമുക്ക് എത്താൻ പറ്റും. അതാണ് ഇതിൽ ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് സങ്കല്പിക്കുക. ഈ റിസോഴ്സ് മുഴുവൻ ഉപയോഗിച്ചില്ല എങ്കിൽ ഈ കോമ്പിനേഷൻ എല്ലാം നമുക്ക് എന്നെത്താൻ കഴിയില്ല. അതാണ് അണ്ടർ യൂട്ടിലൈസേഷൻ ഓർ ഇൻഎഫിഷ്യന്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്നത്. ഇനി അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് MOC ആണ്, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. എന്താണ് നോക്കാം മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഈ ടേബിളിലേക്ക് നിങ്ങൾ നോക്കിയേ, ഇവിടെ ഗുഡ് 1 നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് 14 യൂണിറ്റ് ഗുഡ് 2 ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നുണ്ട്. ഗുഡ് 1 1 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ എത്ര യൂണിറ്റ് ഗുഡ് 2 ഇവിടെ ഉപേക്ഷിക്കാൻ തയ്യാറായി? 2 യൂണിറ്റ് ഗുഡ് 2 ഉപേക്ഷിക്കാൻ തയ്യാറായി അല്ലേ? വീണ്ടും ഗുഡ് 1ന്റെ ഉൽപ്പാദനം 1ൽ നിന്ന് 2 കൂടിയപ്പോൾ ഇവിടെ 3 യൂണിറ്റ് ഗുഡ് 2 ഉപേക്ഷിച്ചു. വീണ്ടും 2ൽ നിന്ന് ഗുഡ് 1ന്റെ ഉൽപ്പാദനം 3 കൂടിയപ്പോൾ 4 യൂണിറ്റ് ഗുഡ് 2 ഉപേക്ഷിച്ചു. വീണ്ടും ഗുഡ് 1ന്റെ ഉൽപ്പാദനം ഒന്നുകൂടി കൂടിയപ്പോൾ 5 യൂണിറ്റ് ഗുഡ് 2 ഉപേക്ഷിച്ചു. അപ്പോൾ ഗുഡ് 1 കൂടുതൽ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ കുറേ യൂണിറ്റ് എന്ത് ഉപേക്ഷിച്ചേ പറ്റത്തുള്ളൂ? ഗുഡ് 2 ഉപേക്ഷിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു സാധനത്തിൻ്റെ 1 യൂണിറ്റ് അഡീഷണലായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്ന മറ്റൊരു സാധനത്തിൻ്റെ അളവ്, അതാണ് നമ്മൾ ഉൽപ്പാദിപ്പിച്ച സാധനത്തിൻ്റെ MOC അല്ലെങ്കിൽ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അപ്പോൾ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് മീൻസ് ദി എമൗണ്ട് ഓഫ് ഗുഡ് 1 ദാറ്റ് എ കൺസ്യൂമർ ഈസ് വില്ലിംഗ് ടു സാക്രിഫൈസ്. കൺസ്യൂമർ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്ന ഗുഡ് 1ന്റെ അളവ് എന്തിന്? ടു ഗെറ്റ് ആൻ എക്സ്ട്രാ യൂണിറ്റ് ഓഫ് ഗുഡ് 2. നേരെ തിരിച്ചും പറയാം, എമൗണ്ട് ഓഫ് ഗുഡ് 2 ദി കൺസ്യൂമർ ഈസ് വില്ലിംഗ് ടു സാക്രിഫൈസ് ടു ഗെറ്റ് ആൻ എക്സ്ട്രാ യൂണിറ്റ് ഓഫ് ഗുഡ് 1. അപ്പോൾ ഒന്നിൻ്റെ ഒന്ന് കിട്ടാൻ മറ്റൊന്നിൻ്റെ എത്ര ഉപേക്ഷിക്കുന്നു? മറ്റൊരു എക്സാമ്പിൾ ഞാൻ പറയാം. എൻ്റെ കയ്യിൽ 10 രൂപയുണ്ട്. എനിക്ക് പേനയും വേണം, പെൻസിലും വേണം. ഒരു പെൻസിലിൻ്റെ വില 1 രൂപ, ഒരു പെൻസിലിൻ്റെ വില 2 രൂപ, ഒരു പേനയുടെ വില 5 രൂപ. ഞാൻ എൻ്റെ കയ്യിലുള്ള 10 രൂപയും കൊടുത്ത് പേന വാങ്ങിയാൽ എനിക്ക് 2 പേന വാങ്ങിക്കാം. 10 രൂപയും കൊടുത്ത് പെൻസിൽ വാങ്ങിയാൽ 5 പെൻസിലും വാങ്ങിക്കാം. ഇനി ഞാൻ ഒരു പേന വാങ്ങിക്കുന്നു, ബാക്കി എൻ്റെ കയ്യിൽ 5 രൂപയുണ്ട്. 5 രൂപ കൊടുത്ത് എനിക്ക് പെൻസിൽ വാങ്ങിക്കാം. അപ്പോൾ 5 രൂപ കൊടുത്താൽ എത്ര പെൻസിൽ കിട്ടുമോ ആ കിട്ടിയ പെൻസിലാണ്, ആ പെൻസിലിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറായ ഒരു പേനയാണ്. അപ്പം നമുക്ക് വില 2ഉം 5ഉമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് പറയാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് പെൻസിലിൻ്റെ വില 1 രൂപയെന്ന് സങ്കല്പിക്കാം. ഒരു പെൻസിലിൻ്റെ വില 1 രൂപ, ഒരു പേനയുടെ വില 5 രൂപ. ഇനി ഞാൻ ഒരു പേന ഉപേക്ഷിച്ചാലേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? 5 പെൻസിൽ വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. 2 പെൻസിൽ വാങ്ങിക്കാൻ പറ്റും. 4 രൂപ 2 പെൻസിൽ വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ കുറേ എമൗണ്ട് നമ്മൾ ഉപേക്ഷിച്ചാൽ മറ്റൊരു സാധനത്തിൻ്റെ കൂടുതൽ എമൗണ്ട് നമ്മൾ വാങ്ങിക്കാം. അപ്പം നമുക്ക് കിട്ടിയതിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റാണ് നമ്മൾ ഉപേക്ഷിച്ച സാധനത്തിൻ്റെ അളവ്. ഇവിടെ 2 യൂണിറ്റ് ഗുഡ് 2 ഉപേക്ഷിച്ചപ്പോഴാണ് നമുക്ക് 1 യൂണിറ്റ് ഗുഡ് 1 കിട്ടിയത്. ഇവിടെ 3 യൂണിറ്റ് ഉപേക്ഷിച്ചു, ഇവിടെ 4 യൂണിറ്റ് ഉപേക്ഷിച്ചു, ഇവിടെ 5 യൂണിറ്റ് ഉപേക്ഷിച്ചു. അപ്പോൾ ഓരോ യൂണിറ്റ് ഗുഡ് 1ന്റെ അളവ് കൂടുമ്പോഴും നമ്മൾ കൂടുതൽ ഗുഡ് 2 ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നു. ഈ ഉപേക്ഷിക്കുന്നതാണ് കിട്ടുന്നതിൻ്റെ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അതാണ് ദി എമൗണ്ട് ഓഫ് ഗുഡ് 1 ദാറ്റ് എ കൺസ്യൂമർ ഈസ് വില്ലിംഗ് ടു സാക്രിഫൈസ്. ഒരു കൺസ്യൂമർ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്ന ഗുഡ് 1ന്റെ അളവ് എന്തിനു വേണ്ടി ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നു? ടു ഗെറ്റ് ആൻ എക്സ്ട്രാ യൂണിറ്റ് ഓഫ് ഗുഡ് 2. ഗുഡ് 2ന്റെ ഒരു എക്സ്ട്രാ യൂണിറ്റ് കൂടി കിട്ടുന്നതിന് വേണ്ടി. ഇത്രയുമാണ് നമുക്ക് പ്രൊഡക്ഷൻ പോസിബിലിറ്റി. ഇനിയും പ്രൊഡക്ഷൻ പോസിബിലിറ്റിയിലെ മറ്റൊരു കാര്യം കൂടി നമുക്ക് ഒറ്റ കാര്യം കൂടി ഓർക്കാനുള്ളൂ, ഷേപ്പ് ഓഫ് PPC കർവ്. ഇവിടെ ഞാൻ ഈ വരച്ചേക്കുന്ന കർവുകളെല്ലാം കോൺകേവ് ആയിട്ടാണ്. അപ്പോൾ ഒരു കാര്യം നമുക്ക് ഇങ്ങനെ കോൺകേവ് ആയിട്ട് വരയ്ക്കാം, ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനായിട്ട് വരയ്ക്കാം, ഇങ്ങനെ കോൺവെക്സ് കർവായിട്ട് വരയ്ക്കാം. 3 രീതിയിലും
PPC കർവ് വരയ്ക്കാൻ പറ്റും. എപ്പോഴൊക്കെയാണ് ഈ PPC കർവിന് ഈ ഷേപ്പുകൾ വരിക എന്ന് നമുക്ക് നോക്കാം. ഇവിടുത്തെ MOS നിങ്ങൾ നോക്കി എന്തോ വ്യത്യാസമുണ്ട്. ഓരോ യൂണിറ്റ് ഗുഡ് 1 കൂടുന്നതിനനുസരിച്ച് ഉപേക്ഷിക്കാൻ തയ്യാറാകുന്ന ഗുഡ് 2-ന്റെ അളവ് കൂടിക്കൂടി വരുന്നു. എന്ന് വെച്ചാൽ MOC കൂടിക്കൂടി വരുന്നു. If MOC is increasing, PPC is concave. ഇങ്ങനെ MOC കൂടിക്കൂടി വന്നാൽ PPC കോൺകേവ് ആയിരിക്കും. ഇനി MOC കോൺസ്റ്റന്റ് ആയിട്ട് നിന്നാൽ PPC സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. ഈ MOC കുറഞ്ഞു വന്നാൽ PPC കോൺവെക്സ് ആയിരിക്കും. അപ്പോൾ if MOC is increasing, PPC is concave. MOC is constant, PPC is a straight line. MOC is decreasing, PPC is a convex. This is production possibility curve. ഇത്രയാണ് നമുക്ക് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിനെ കൂടെ അനലൈസ് ചെയ്യാനുള്ളത്. 2 മാർക്ക് തൊട്ട് 6 മാർക്ക് വരെ ചോദിച്ചിട്ടുണ്ട്. ഉറപ്പാണ് ഒന്നിൽ 2 മാർക്ക് അല്ലെങ്കിൽ 6 മാർക്ക്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്നൊരു പോർഷനാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫോണ്ടിങ്. പോസിബിലിറ്റി പറഞ്ഞു ആദ്യം. നമുക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ സാധ്യതകളും, ആ സാധ്യതകളെല്ലാം കൂടെ ചേർത്ത് പറയുന്ന പേര് പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ്. അതിൻ്റെ ടേബിൾ കാണിക്കുന്നു പ്രൊഡക്ഷൻ പോസിബിലിറ്റി ടേബിൾ. ഇതിൻ്റെ ഡയഗ്രത്തെ വിളിക്കുന്ന പേര് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫോണ്ടിയർ. ഇനി പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൻ്റെ ഷേപ്പ്. ഇത്രയുമാണ് നമുക്ക് പ്രൊഡക്ഷൻ പോസിബിലിറ്റി എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിൻ്റെ നോട്ട്സ് സാർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തു തരും.